നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രോംബുക്കിൽ എങ്ങനെ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാം നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റിങ്സിൽ പോവുക. ക്രോമോസ് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണെന്ന് നോക്കുക. ഇതിൽ 94 ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ 96 ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ഫോർ അപ്ഡേറ്റ് ഒക്കെ കൊടുത്ത് ഏറ്റവും അപ്ഡേറ്റഡ് ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡെവലപ്പേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ, സെറ്റിങ്സിൽ ഡെവലപ്പേഴ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണത്. ഇത് ആക്ച്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രോമോസിനൊന്നും ചെയ്യില്ല. ക്രോമോസിൻ്റെ മുകളിൽ ആയിട്ട് ഒരു ലിനക്സ് വിർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്രോമോസ് അങ്ങനെ തന്നെ ഇരിക്കും. വേറെ യൂസേഴ്സിനൊന്നും ഈ ലിനക്സ് VM കാണാൻ പറ്റില്ല. നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസറിന് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു 600 MB ഫയൽ ഇത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, കാരണം അത്രയും സമയം വേണ്ടി വരില്ല. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു ഡെബിയൻ ലിനക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കമാൻഡ് ലൈൻ, അതായത് ഒരു ടെർമിനൽ വിൻഡോ കിട്ടും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം ലിനക്സിൻ്റെ വേർഷൻ ഡെബിയൻ 10 ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലിനക്സിൻ്റെ കംപ്ലീറ്റ് ഫയൽ സിസ്റ്റം എല്ലാം തന്നെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മളിനി ഈസ് ഓഫ് ആക്സസിന് വേണ്ടി ഇതിനെ നമുക്ക് ഡോക്കിലേക്ക് പിൻ ചെയ്ത് വെക്കാം. ഇനി സ്റ്റാർട്ടപ്പും ഷട്ട് ഡൗണും എങ്ങനെയാണെന്ന് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെർമിനൽ ഓടുന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്യാം. അതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ ടെർമിനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിനക്സ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആയിക്കോളും. അതിനുശേഷം നമുക്ക് അവിടെ ആ ഒരു ലിനക്സ് പ്രോംപ്റ്റ് കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മൾ ലിനക്സ് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം. മെയിനായിട്ട് പ്രോഗ്രാമിങ്ങിന്, അതായത് പ്രോഗ്രാമേഴ്സിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ലിനക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിനക്സ് ഇൻസ്റ്റലേഷനെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ലിനക്സ് ഇൻസ്റ്റലേഷൻ, അതായത് ഇപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് ഒക്കെ കുറേ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള കമാൻഡാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. സിസ്റ്റമെല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഉണ്ടോ നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ലിനക്സ് ഫയൽസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് പ്രോഗ്രാമിങ്ങിന് വേണ്ടി ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വേണം. അപ്പോൾ അതിനുവേണ്ടി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റിൻ്റെ. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ് ടൂൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡെബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വേർഷൻ ഡൗൺലോഡ് ചെയ്യുന്നു. നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് ക്രോമോസിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ വിത്ത് ലിനക്സ് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്നിപ്പോൾ ലിനക്സിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഇതിൻ്റെ ഫയൽസ് എങ്ങനെയാണ് കോപ്പി ചെയ്യാൻ പറ്റുക എന്നുള്ളതുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ലിനക്സിനുള്ളിലേക്ക് നമ്മൾ എങ്ങനെ ക്രോമോസിൽ ഡൗൺലോഡ് ചെയ്ത ഫയൽ എങ്ങനെ ലിനക്സിലേക്ക് കോപ്പി ചെയ്യാം എന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പോയിട്ട് ഈ ഫയൽസ് ആപ്പിൽ പോയി ആ ഫോൾഡർ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് ഇവിടെ കണ്ടു. അതിലിപ്പോൾ ഒരു ഫയലിലും ഇല്ല. നേരിട്ട് ഞാൻ ആ ഇൻസ്റ്റാളറിലേക്ക് പോയിട്ട് ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ അവിടെ കോപ്പി ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഒന്ന് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആ ഇൻസ്റ്റാളേഷൻ കമാൻഡ് ലിനക്സ് വിൻഡോയിൽ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫയൽ അവിടെ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ആ ഇൻസ്റ്റലേഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അത് ലിനക്സ് ആപ്ലിക്കേഷനാണ്, അത് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് കോഡ് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനും കമ്പൈൽ ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു സോഫ്റ്റ്വെയർ ആണത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിനക്സ് ആപ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രോമോസിലേക്കും അതിൻ്റെ ഒരു ലിങ്ക് അത് സെറ്റ് ചെയ്ത് വെക്കും, ഒരു ഷോർട്ട് കട്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ ആ ക്രോമോസിൽ നിന്ന് തന്നെ അതിനെ റൺ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലിനക്സിന് ഒരു UI കിട്ടത്തില്ല. ക്രോമോസിൽ തന്നെയാണ്. പക്ഷേ എല്ലാ ഗ്രാഫിക്കൽ ആപ്ലിക്കേഷനും നമുക്കിപ്പോൾ കണ്ടതുപോലെ കോഡ് റൺ ചെയ്തതുപോലെ ചെയ്യും. അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് മെയിനായിട്ട് 3 ഇപ്പോൾ ഇതിൽ നോക്കാം. അതിന് ലിനക്സിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യും. നിങ്ങളിപ്പോൾ പൈത്തൺ നോക്കി, C++ നോക്കി, അത് രണ്ടും ഡിഫോൾട്ട് ഇൻസ്റ്റാൾഡ് ആണ്. ജാവ നോക്കുമ്പോൾ ജാവ ഇൻസ്റ്റാൾഡ് അല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ജാവ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. നമ്മൾ അതിന് വേണ്ടിയുള്ള കമാൻഡ് റൺ ചെയ്തു. ഈ ഇൻസ്റ്റലേഷനൊക്കെ ഞാൻ ഒരുപാട് ഫാസ്റ്റ് ആക്കിയിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ ഡൗൺലോഡിനും ഇൻസ്റ്റാളിനൊക്കെ കുറച്ച് സമയം എടുക്കും. ഒരു 2 ടൈംസ് അല്ലെങ്കിൽ 2.5 ടൈംസ് ഫാസ്റ്റ് ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. കാരണം വീഡിയോ ഇല്ലെങ്കിൽ ഒത്തിരി ലാഗായി പോകും.
അപ്പോൾ ഇപ്പോൾ ജാവ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇപ്പോൾ ജാവ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ജാവ വേർഷൻ കൊടുത്തു കഴിയുമ്പോൾ ജാവ JDK ഇൻസ്റ്റാൾഡ് ആണ്, പൈത്തൺ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിങ്ങും ജാവ പ്രോഗ്രാമിങ്ങും C++ ഒക്കെ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗിറ്റ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാംസ് ഡൗൺലോഡ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഗിറ്റ് ലാബും ഒക്കെ പോലെയുള്ള റെപ്പോസിറ്ററിയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു കുറേ പൈത്തൺ പ്രോഗ്രാമിങ് ഗിറ്റ് ഹബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഗിറ്റ് ക്ലോൺ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിലൊരു പ്രോഗ്രാം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. കോഡിൽ എങ്ങനെയായിരിക്കും നമുക്കൊരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒരു പൈത്തൺ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്തത് ഇപ്പോൾ കോഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ചോദിക്കുക അതിൻ്റെ പൈത്തൺ പ്ലഗിൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന്. അപ്പം ആ എക്സ്റ്റൻഷൻസ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാമിംഗ് വളരെ ഈസി ആയിരിക്കും. അതായത് കമ്പൈൽ ചെയ്യുമ്പോഴായാലും ഡീബഗ് ചെയ്യുമ്പോഴൊക്കെ ആയാലും അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഈവൻ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സിൻടാക്സ് ഒക്കെ വെരിഫൈ ചെയ്യാനൊക്കെ ഇത് ഉപകരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് പൈത്തൺ എക്സ്റ്റൻഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ആ പൈത്തൺ പ്രോഗ്രാമാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്തോടെ നോക്കാം. അതായത് ഇപ്പോൾ പ്രോഗ്രാം എങ്ങനെയാണ് റൺ ആവുന്നത്. ഇവിടെ പോയിട്ട് റൺ വിത്തൗട്ട് ഡീബഗ് എന്നുള്ളത് കൊടുക്കുമ്പോൾ ആ പ്രോഗ്രാം റൺ ആവുന്നുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതാണ് ഇപ്പോൾ റൺ ആയത്. ഇപ്പം നമ്മൾ കണ്ടു ക്രോംബുക്കിൽ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ പ്രോഗ്രാമിങ്ങിന് വേണ്ടി എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്താം, അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസും ടൂൾസും ഒക്കെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് പ്രോഗ്രാമിംഗ് ആവശ്യമുള്ള ഒരാൾക്ക് ഇത് തീർച്ചയായും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.